നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ബാലേന്ദ്രൻ അലീനയെ നോവിച്ചവർക്ക് നല്ല 8 പണി തന്നെ കൊടുക്കുകയാണ്. തന്റെ വീട്ടിൽ കയറി വന്ന് തന്റെ മകളോട് അധികാരം കാണിച്ച പിന്നെ ബാലേന്ദ്രന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. എല്ലാത്തിനെ കുറ്റിച്ചൂര് വെച്ച് അടിച്ചു ഓടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു. ഒടുവിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇനി ഇവിടുന്ന് പോവാനായിട്ട് നിൽക്കണ്ട. അപ്പൊ ബാലേന്ദ്രൻ അറിയത്തുണ്ടായിരുന്നില്ല അലീനെ കൊല്ലപ്പള്ളി വീട്ടിലുള്ളവർ വന്നിട്ട് അടിച്ചിറക്കിയതാന്ന് കടപ്പാട്ടിരുന്ന്. മനുശങ്കർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്താണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത് ശരിയായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അച്ഛാ? എനിക്കൊന്നും ചെയ്യാൻ മേലായിരുന്നു പറയണം. അപ്പൊ തന്നെ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? ആ സമയത്താണ് അലീന ആ കാര്യം പറയണേ. എൻ്റെ ഫോണൊക്കെ പിടിച്ചു വാങ്ങിയതോ. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഒന്നുകൂടെ ദേഷ്യമായി. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. മനുശങ്കർ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്കളെ. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇവളെ കൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് വേണോ? എന്ത് വേണോന്ന്? അല്ല, ഇനിയിപ്പോൾ അച്ഛൻ വന്നിട്ട് അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. എന്ത് പ്രശ്നം? അത് എൻ്റെ വീടാ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അവിടെ, അല്ലാതെ കൊല്ലപ്പള്ളിക്കാരുണ്ടാക്കിയതല്ല. കൈതയ്ക്കൽ മാളിക വീട്ടിലെ ശിവശങ്കരനോ രാജീവനോ അവരാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല. അതെൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാ. അവിടെ വന്ന് എൻ്റെ മകളെ അടിച്ചിറക്കാനായിട്ട് അധികാരമുള്ള ആർക്കാന്ന് എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ പറയണം. ആ സമയം അലീന പറഞ്ഞു, അത് പിന്നെ എനിക്ക് അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പം വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കില്ല. അത് പിന്നെ ഞാനിത് ദൂരെ എന്നാണെങ്കിലും ഒന്ന് കണ്ടോളാന്ന് പറയാം. ബാലേന്ദ്രന് മനസ്സിലായി അലീനയുടെ ഉള്ളിലെ വിഷമം എന്താന്ന്. പിന്നീട് ബാലേന്ദ്രൻ അലീനയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. മനുശങ്കർ അലീനയെ നോക്കുക. കാരണം അലീനയുടെ ഉള്ളിലെ ആ സ്നേഹം എത്രയൊക്കെ നോവിച്ചെന്ന് പറഞ്ഞാലും പെറ്റമ്മ തന്നെയാണല്ലോ. കാണാതിരിക്കാൻ പറ്റില്ല അലീനയ്ക്ക്. ഈ സമയത്തായതുകൊണ്ട് വൈജയന്തിക്ക് കണ്ടാലും ഒന്നും മിണ്ടാനോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോലും പറ്റില്ല. വൈജയന്തി ബോധമില്ലാത്തൊരവസ്ഥയെ കിടക്കുവാണല്ലോ. സെഡേഷനിലാണ് വൈജയന്തി. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ട് ഒരു നോക്ക് കാണാനായിട്ട് അലീനയ്ക്കൊരു അവസരം കിട്ടുവാണ്. അങ്ങനെ അലീന ഒന്ന് കയറി കണ്ടു. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് സഹിച്ചില്ല. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താൻ ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടാണോ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. അങ്ങനെ പുറത്തിറങ്ങി വന്ന് കരയുന്ന അലീനയെ മനുശങ്കറിൽ നിന്ന് സമാധാനിപ്പിച്ചു. വിഷമിക്കൊന്നും വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, ഞാൻ കാരണമല്ലേ മനുവേട്ട, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ബാലേന്ദ്രൻ മനുശങ്കറിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്കണം, ഞാൻ അലീനയും കൂട്ടി പോയിട്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു, ഞാനും കൂടെ വരണോ? നീയും കൂടെ വന്നാൽ ശരിയാകത്തില്ല, കാരണം ഇവിടെ ആള് വേണമല്ലോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ചെല്ലാമെന്ന് പറയണം. അങ്ങനെ ബാലേന്ദ്രന് അലീനയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് മനുശങ്കറിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അലീന പറഞ്ഞു, ഞാൻ പോകട്ടോ മനുവേട്ടാന്നൊക്കെ പറയണം. പിന്നീട് മനുശങ്കർ ഓരോ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ആ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും ഇറങ്ങേണ്ടവളല്ല അലീന. പിന്നെ അവരൊക്കെ ഇറക്കി വിട്ടപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്നുള്ള കാര്യം മനുശങ്കറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാം. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലാണ് കടപ്പാട്ട് വീട്ടിൽ കൃഷ്ണമോൾ ഒഴികെ ബാക്കി എല്ലാവരും. അലീനയുടെ ശല്യം തീർന്നല്ലോ. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം മനു ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നുള്ളതാണ്. ഇനിയിപ്പം മനു എങ്ങാനും അലീനയെ കണ്ടെത്തുക എന്നൊരു ചിന്തയൊക്കെ ശിവശങ്കരനും കമലയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അവരിത് പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞേ, അതിന് വഴിയില്ല, അവളെ സ്റ്റാൻഡിൽ കൊണ്ടു വിട്ടാലേ അവള് പണ്ടേ പോയി കാണും, അവൾ എറണാകുളത്തിന് പോയി കാണുമായിരിക്കും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്നൊരു ധൈര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നേ. ഭവിത പറഞ്ഞു, സൂക്ഷിക്കണം, ഇനി എങ്ങാനും അച്ഛൻ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പ്രശ്നമോ? എങ്ങനെ അറിയാനായിട്ട്? ഫോൺ പോലും പിടിച്ചു വാങ്ങിയിട്ടല്ലേ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നേ. അവളെ വിളിച്ചു പറയാനൊന്നും പോകുന്നില്ല, ആ കാര്യത്തിൽ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും നല്ല ധൈര്യം തന്നെയായിരുന്നു. ശിവശങ്കരൻ പിന്നീട് രാജീവിനെ വിളിക്കുകയാണ്. രാജീവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ, അവിടെയോ? അതെ, ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഗോവർദ്ധനെ കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുക. അത് പുറത്തേക്ക് പോയത് ഒരു കാരണവശാലും ബാലേന്ദ്രൻ അവിടുന്ന് പോവരെന്ന് കരുതിയിട്ടാണ്. പക്ഷേങ്കിൽ മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നതോ അലീന അവിടേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രാജീവിന്. അയാളുടെ വിചാരം എന്താ? അയാളാണ് ഭയങ്കര ബുദ്ധിമാന്. ഗോവർദ്ധനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അവിടുന്ന് പോകാൻ പറ്റില്ലെന്നാണ്. മാത്രമല്ല അലീന ചെയ്യുന്ന കാര്യങ്ങളും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്.
ഇതേ സമയത്ത് അലീനയും കൂട്ടി ബാലേന്ദ്രനും വീട്ടിലേക്ക് ചെല്ലുവാണ്. അലീനയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് കയറി ചെന്ന് കഥ തുറക്കുക, നിന്നെ ആരാ അവിടെ നിന്ന് ഇറക്കി വിടുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയണം. അവർ ചെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്നു, കഥ തുറന്നു. കാരണം കഥ കുറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അലീന കഥയൊക്കെ തുറന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും അകത്ത് കമലയും ബബിതയും രോഹിതും ഒക്കെ ഉണ്ടായിരുന്നു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവള് വീണ്ടും ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് കമല അകത്തേക്ക് നോക്കിയിട്ട് ശിവേട്ടാന്ന് വിളിക്കുകയാണ്. കാരണം അവൾ അങ്ങോട്ട് തിരികെ കയറി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നില്ല. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കമല പറഞ്ഞു, നീയോ, നിന്നോട് ആരുടെയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാണ്ട്, ഇറങ്ങി പോടി അവിടുന്ന്, നിന്നെ ഞങ്ങളെ ഇറക്കി വിട്ട അല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശിക്കുകയാണ്. ബബിത രോഹിതും കൂടെ വന്നു. രോഹിത്തിനോട് പറഞ്ഞു, എടാ അവളുടെ കയ്യെ പിടിച്ച് വെളിയിലേക്ക് തള്ളടാന്ന് പറയണം. ബബിതയ്ക്കൊരു പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഇനി ഇവള് വീണ്ടും തിരിച്ചു വന്നോ, കുടിച്ചാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഹരിശങ്കർ ഇറങ്ങി വന്നു. ഇവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം, കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയാണ്. ആ സമയം കമല പറഞ്ഞു, നിന്നോടല്ലടി പറഞ്ഞ് ഇറങ്ങി പോവാന് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന് കയ്യെ പിടിച്ചു വലിച്ചിറക്കാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്ന ബാലേന്ദ്രൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നേ ഒരു നിമിഷം കമല ഞെട്ടിപ്പോയി. കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി അങ്ങോട്ട് വന്നു. അകത്തേക്ക് കയറി വന്നിട്ട് കമലയോട് ചോദിച്ചു, ആർക്കാടി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ ഇറക്കി വിടേന്ന് ചോദിക്കുക. ഒരു നിമിഷം രോഹിത്തും ബബിതയും എല്ലാവരും ഞെട്ടിപ്പോയി. അവർ ഇത്രയ്ക്കൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ അകത്തുനിന്ന് ഓടി ഇറങ്ങി വന്നു. അലീന ചേച്ചിയെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സമാധാനമായി. ഭാഗ്യം അലീന ചേച്ചി പോയില്ല. ഇത്ര സമയം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്തായി എങ്ങനെയായെന്നൊക്കെ ഓർത്തിട്ട്. ബാലേന്ദ്രന് അങ്ങോട്ട് നോക്കി. അപ്പുറം ആ സൈഡിലായിട്ട് ചൂലിരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ആ ചൂലും എടുത്തു. ആ ചൂലും എടുത്തോണ്ട് നേരെ കമലയ്ക്ക് നേരെ തിരിയുവാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ ഇറക്കി വിടാൻ നിനക്ക് ആരടി അധികാരം തന്നെയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞൊരു ചൂല് ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും ഹരിശങ്കർ ചാടി വീണു. എൻ്റെ അമ്മയുടെ നേർക്ക് ചൂലും കൊണ്ട് വരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒട്ടും മടിച്ചില്ല. ആ കുറ്റിച്ചൂല് വെച്ച് അവൻ്റെ തലങ്ങം വിലങ്ങും അവനെ അടിക്കുവാണ്. അടി കൊണ്ട് അവനെ ഓടുവാണ്. ഈ സമയത്ത് കമല തടസ്സം പിടിക്കാനായിട്ട് വന്നു. അപ്പോഴേ കമലക്കിട്ടും കൊടുത്തു. കമല ഇറങ്ങി ഓടാൻ തുടങ്ങുവാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മകളെ ഇറക്കി വിടുന്നുണ്ടോ, കടന്നു പോടി അവിടുന്ന്. ഈ ഒച്ചപ്പാടും വേളം കെട്ടി ശിവശങ്കരൻ ഇറങ്ങി വരുന്നേ. ശിവശങ്കരൻ അന്താളിച്ചു പോയി. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, തനിക്കൊക്കെ ആരോടോ അധികാരം തന്നെ, ഇതെൻ്റെ വീടാ, നെടുമ്പൊരിക്കൽ ബാലേന്ദ്രന്റെ വീട്, അല്ലാതെ കൈതക്കൽ മാളിക വീട്ടില് കുഞ്ഞിരാമമ്മേനൊരു വീടോ അല്ലെങ്കിൽ ശിവശങ്കരന്റെ വീടോ അല്ല. ഇത് ഞാൻ കരം കെട്ടുന്ന എൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണം വേണ്ടതൊക്കെ ഞാൻ തീരുമാനിക്കും. തന്നോടൊക്കെ ആരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്ന് ശിവശങ്കർ പറഞ്ഞു, ബാലേന്ദ്രനോ? ഏത് ബാലേന്ദ്രൻ? എൻ്റെ മകളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നിന്നോടൊക്കെ ആരോടോ പറഞ്ഞേ? മുമ്പ് ഇറക്കി വിട്ടു, അന്ന് ഞാൻ സഹിച്ച് ക്ഷമിച്ചു, പക്ഷെ ഇന്ന് അത് ക്ഷമിക്കാൻ പറ്റില്ല. സത്യം പറ, നിങ്ങൾ ആരാ അവളെ ഇറക്കി വിട്ടെന്ന് ചോദിക്കുക. കമല അവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോള് വിളിച്ചു, പറ, ആരാ അവളെ ഇറക്കി വിട്ടെന്ന് ചോദിക്കുക. ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, ഇവരെല്ലാം ചേർന്നിട്ടാന്ന് പറയണം. ബാലേന്ദ്രൻ ചൂലോങ്ങിക്കൊണ്ട് കമലയ്ക്കൊക്കെ നേരെ തിരിവാണ്. കമലയ്ക്ക് ഇറങ്ങി ഓടി മുറ്റത്തേക്ക്. വേറൊരു നിവൃത്തിയില്ലായിരുന്നു ഇറങ്ങി ഓടാതിരിക്കാനായിട്ട്. എന്ത് ചെയ്യാൻ പറ്റും? ബാലേന്ദ്രൻ ആ പടം ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കൊട്ടൊക്കെ അടിക്കുന്ന കണ്ടപ്പം അലീനയ്ക്ക് പേടിയെ. അലീന അച്ചാച്ചാന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കൃഷ്ണമോളെല്ലാം ആസ്വദിച്ചു വന്നു. കാരണം കിട്ടേണ്ടതാണ് അവർക്ക്. തൻ്റെ ചേച്ചി ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, അപ്പം അതിനുള്ള ശിക്ഷ കിട്ടണമല്ലോ. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ പുറത്തുനിന്ന് വലിഞ്ഞു കയറി വന്നവരല്ല തീരുമാനിക്കുന്നേ. നിനക്കൊക്കെ ഈ വീടിനകത്ത് കയറാനുള്ള ഒരധികാര അവകാശവും ഇല്ല. നീയൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് കയറിയത് എന്ന് വേണ്ട വായി വന്നെല്ലാം വിളിച്ചു പറയണം. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര, നീ ഇപ്പൊ കാണിച്ചോണ്ടല്ലോ, മഹാവൃത്തികെട്ട പരിപാടിയാന്ന് പറയണം. നിന്റെ അഭിഹിത സന്തതിക്ക് വേണ്ടിയാ ഞങ്ങളെയൊക്കെ ഇറക്കി വിടുന്ന ഓർക്കണം. അഭിഹിത സന്തതിയോ? ഇവളെന്റെ മോളാടാ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് ചെല്ലുവാണ് അടിക്കാനായിട്ട്. അപ്പോഴേക്കും അലീന കയ്യിലേക്ക് കയറി പിടിച്ചു. വേണ്ടച്ചാന്നും പറഞ്ഞിട്ട് കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. എൻ്റെ മോള് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങളുടെ ദേഹത്ത് ഞാൻ കൈ വെക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രായമൊന്നും നോക്കത്തില്ലായിരുന്നു. നിങ്ങളുടെ കർണം അടിച്ചാൻ പോയിച്ചാനെന്ന് പറയാം. പിന്നെ നിങ്ങളുടെ അരഞ്ചിൻ്റെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കമലക്കാർ അമ്താളിപ്പോഴോട് നിൽക്കുകയാണ്. മേലാൽ എൻ്റെ പടിക്കകത്ത് കയറിയേക്കല്ലോ, ഒറ്റ ഓണത്തിന് ഇവിടെ കണ്ടേക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഈ സമയം രോഹിത്തും ബബിതയൊക്കെ ആകെപ്പാടെ അന്താളിപ്പോടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബാലേന്ദ്രൻ നേരെ അവർക്കിടയിലേക്ക് നിട്ടിച്ചു. അല്ല, സത്യം പറ, നിങ്ങൾ ഇവരോടൊപ്പം കൂടിയായിരുന്നു എന്ന് ചോദിക്കുക.
രോഹിത്തും ബബിതയൊന്നും മിണ്ടുന്നില്ല. അല്ല അലീനയുടെ ഫോൺ എന്തിയെ, അതാരാ വാങ്ങി വെച്ചെന്ന് ചോദിക്കുക. ബബിത പറഞ്ഞു അത് പിന്നെ അച്ഛ ഞാനാ. അപ്പം നീ എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ കൊണ്ടുവിട്ടെ. അതും പറഞ്ഞിട്ട് അടിക്കാനങ്ങ് ചെല്ലുമ്പോഴത്തേനും അലീനെ പെട്ടെന്ന് കയ്യിലേക്ക് പിടിച്ചു. വേണ്ടച്ച, കാരണം തല്ലിയിട്ടുണ്ടെങ്കിൽ ആ സമയം രോഹിത്തിൻ്റെ അടുത്തേക്കൊന്ന് രോഹിത്തിൻ്റെ കോളറിനങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. നിനക്ക് പലതവണ ഞാൻ വാണിങ്ങി തന്നാണ്, പക്ഷെ നീ അതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. നിന്റെ ചെടടിച്ച് പറിക്കണ്ട ഇപ്പം ഞാൻ. എടാ നാണം ഉണ്ടോടാ നിനക്ക്? ഇത്ര വൃത്തികെട്ട പരിപാടി കാണിക്കാനായിട്ട്. നീയൊക്കെ ഒരാണാണോ? ഒന്നും അല്ലെങ്കിലും ഇത്ര വളർന്നല്ലോ. ഡിഗ്രിക്ക് പഠിക്കുന്നവന് അതിൻ്റെതായ ബുദ്ധിയും ബോധം കാണണം. അമ്മ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് നീ ഇവിടെ വന്ന് കിടന്ന് കോലം കെട്ടുമായിരുന്നില്ലേ? അപ്പം ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്. കൃഷ്ണമോളെ അതിവിദഗ്ധമായിട്ട് ഇവിടുന്ന് മാറ്റി. പോരാത്തന്നെ കൃഷ്ണമോളുടെ ഫോണും പിടിച്ചു വാങ്ങി വെച്ചു. എന്നിട്ടോ അലീനെ ഇവിടുന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഈ ബുദ്ധി ഉപദേശിച്ചെന്ന് ആരാ? ആ കമലയും ശിവശങ്കരനും ഒക്കെ ആണോ, അതോ നീയും ബബിത എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്താണോ? ആ സമയം രോഹിത് പറഞ്ഞു അച്ഛാ മിണ്ടരുത്, മിണ്ടിപ്പോയേക്കരുത് നീ. എൻ്റെ മോനാന്ന് പറയാൻ പോലും നാണക്കേടാണല്ലോടാ. അതുപോലെ തന്നെ വേറെ ഒരുത്തേയും കൂടെ. എടി നിനക്കൊക്കെ എങ്ങനെ തോന്നി? ഒന്നും അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ അലീന. അവളെ പിടിച്ച് പുറത്താക്കുന്ന സമയത്ത് നീ അവളെക്കുറിച്ച് ചിന്തിച്ചോ? അതേസമയം നിനക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നെങ്കിലോ ഇന്ന് വേണ്ട, വായി വന്നെല്ലാം വിളിച്ചു പറയണം. പിന്നീട് പറഞ്ഞ് ഇനി മേലെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. അവരുടെ ഒപ്പം നിന്ന് ഇതേ ഈ കുടുംബത്തിലുള്ളവരെ വെറുപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതിവിടെ വെച്ച് തന്നെ നിർത്തിക്കൂ. രണ്ടുപേരുടെയും കൂടെ പറയണേ. സൗകര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്കൊക്കെ ഇപ്പം ഈ സമയം ഇവിടെ നിറങ്ങാം. ഞാൻ പറയുന്ന അനുസരിച്ച് എന്നോടൊപ്പം നിൽക്കാവുന്നവർ മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്തിനും ബബിതയ്ക്കും ഒട്ടും കൂടെ സഹിച്ചില്ല. രോഹിത് ബബിതയുടെ അടുത്തേക്ക് നിന്നു. ബബിതയുടെ അടുത്ത് നിന്നിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുക, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയണേ. അപ്പം അവരുടെ ലക്ഷ്യം കൊല്ലപ്പള്ളി വീടാണ്. ശിവശങ്കരനും അവരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. ശിവശങ്കരൻ അപ്പത്തിനും വിളിച്ചു പറഞ്ഞു എടാ നാണം കെട്ടിങ്ങനെ നിൽക്കുന്നേക്കാളും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് തന്നെയാ. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്തിനൊക്കെ ഭയങ്കര ഒരാത്മവിശ്വാസം, നോക്കാൻ ആളുണ്ടല്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. രോഹിത് പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ ബബിത കിട്ടാവുന്ന ഡ്രസ്സൊക്കെ ബാഗിനകത്ത് എടുത്ത് വെക്കൊണ്ട് രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി വരണ സമയത്ത് കൃഷ്ണ അങ്ങോട്ട് ചെന്നു. കൃഷ്ണ എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും പോവുകയാണെന്ന് ചോദിക്കാം. നിനക്ക് വേണമെങ്കിൽ വരാം, ഞങ്ങളിവിടെ വരുന്നുണ്ടേ വരാമെന്ന് പറയാം. കൃഷ്ണ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്, ഇഷ്ടം പോലെ വഴികളുണ്ട്. പക്ഷെ തിരിച്ചു കയറാനായിട്ട് ഒറ്റ വഴി മാത്രമേ കാണത്തുള്ളൂ. തിരിച്ചു കയറ്റം അത്ര എളുപ്പമായിരിക്കില്ല. അത് ഓർത്തോണ്ട് വേണം ഇറങ്ങിപ്പോകാനെന്ന് പറയണം. അച്ഛനെ വെല്ലുവിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവസാനം വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു ആർക്ക് കയറണോടി, ആര് കയറുന്നതിന് ഇങ്ങോട്ടേക്ക്, നീ വരുന്നുണ്ടേ വാ ബബിത എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങി പോവാണ്. കൃഷ്ണമോൾക്ക് മനസ്സിലായി താൻ പറഞ്ഞുകൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല. തോന്നിയാസം ഇറങ്ങി പോകുന്നവർ പോട്ടെ, അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ. അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കാറിനകത്തേക്ക് കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ചു. ആ സമയത്ത് കമലെ അവരൊക്കെ ഉണ്ടായിരുന്നു, കാറിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കാറങ്ങ് സ്പീഡിൽ പോയി കഴിയുമ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. താൻ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഓർത്തിട്ട് അലീന ബാലേന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുക. ഇപ്പം അവരൊക്കെ പോയത് കണ്ടോ, അച്ഛന് സങ്കടമില്ലേ? അച്ഛൻ്റെ മക്കളിങ്ങനെ പോയപ്പം സങ്കടമോ? സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച് കഴിഞ്ഞവർക്ക് ഇനിയിപ്പോൾ എന്ത് സങ്കടം അല്ലച്ചാ. അത് പിന്നെ നിനക്കറിയാലോ ഞാൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. പിന്നെ എൻ്റെ മക്കള് നേരാവണ്ണം വളർത്തിക്കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ? ഇപ്പം തന്നെ കണ്ടില്ലേ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് അതൊന്നും അല്ല പ്രധാനം. നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാനായിരുന്നു. മനുഷ്യപ്പറ്റില്ലാത്തങ്ങൾ പറയുമ്പോൾ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാ ഇങ്ങനെ. അവരും കുറെ പഠിക്കാനുണ്ട്, ചെല്ലട്ടെ, എത്ര വരെ പോകുമെന്നറിയാലോ. പോയതുപോലെ തന്നെ തിരിച്ചു വരും. പക്ഷേ അപ്പം പിന്നെ ഞാൻ ആലോചിക്കും എന്ത് വേണമെന്ന്. കാരണം ബാലേന്ദ്രൻ അറിയായിരുന്നു ബബിതയുടെ ആണെങ്കിലും രോഹിത്തിനാണെങ്കിൽ സ്വഭാവം ശരിയല്ല. ഈ പറയുന്ന കമല അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയ കമല എത്ര ദിവസം നോക്കുമെന്ന് ഓർത്തണ്ട. 10 ദിവസം തികച്ച് കമല എന്താണെന്ന് നോക്കാൻ പോകുന്നില്ല. കമലയ്ക്ക് സ്വന്തം മക്കളുടെ കാര്യം പോലും നോക്കാനായിട്ട് ബുദ്ധിമുട്ടാ. പിന്നെയാണ് രോഹിത്തിൻ്റെ ബബിതയൊക്കെ ആണെങ്കിലും ഒരു പണി പോലും ചെയ്യില്ല. പിന്നെ കമല അവിടെ ചെന്ന് വെച്ച് വിളമ്പി കൊടുക്കുമോ? ഒരു കാരണവശാലും കൊടുക്കില്ല. ഇനി എന്താണെങ്കിലും വൈജയന്തി ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് വരത്തുള്ളൂ. വൈജയന്തി ഒരു കാരണവശാലും കമല നോക്കാനും പോകുന്നില്ല. അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് 10 ദിവസം പോലും നേരാമണ്ണം നോക്കത്തില്ല. ബാല്യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അലീനെ തന്നെ നോക്കണം. കിടന്ന് കിടപ്പിൽ തന്നെയാ വൈജ കിടക്കണേ. അപ്പം അലീനയായിരിക്കും ഇനി വൈജയനെ നോക്കാനായിട്ടൊക്കെ പോകുന്നത്. അങ്ങനെ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്. വൈജയന്തി തിരിച്ചറിയും അലീനയുടെ സ്നേഹം എന്താന്ന്. കാരണം അത്ര കരുതലോടെ ആയിരിക്കും തൻ്റെ അമ്മയെ അലീനെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.